ഇതെന്ത് തോന്നിയാസാണ് ഈ കാണിച്ചു വെച്ചേക്കണേ? ഇതെന്താണ് ഈ കാണിച്ചു വെച്ചേക്കണേ? ലോക പരിസ്ഥിതി ദിനം. ഇവിടെ എന്താ നടക്കണേ? അതന്നെ നടക്കുന്നത്. മരം വെച്ച് പിടിക്കുന്നല്ലേ? മരം ആര് വെക്കണ്? എവിടെ വെക്കണ? സീരിയൽ നടൻ പാരിജാതൻ. സീരിയൽ നടൻ പാരിജാതൻ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? അയാൾ സിനിമയിൽ അഭിനയിക്കുന്നു. എടോ പൊട്ടോ, അതല്ല. ഇവിടെ വന്ന് അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഇവിടെ വന്നിട്ട് എന്താ ഉദ്ഘാടനം ചെയ്യുന്നു? അത് എവിടെ എഴുതിയിരിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു? ഉണ്ടോ? അത് പോട്ടെ. ഇത് ഞാൻ ആരാ ഇവിടത്തെ? ഈ ക്ലബിന്റെ ആരാ ഞാൻ? നിങ്ങൾ പ്രസിഡന്റ്. ഇതല്ലേ പ്രസിഡന്റ്? പ്രസിഡന്റ്? എന്റെ പേര് വായിര്. എന്റെ പേര് പറ. ഇതല്ലേ മന്മഥൻ. ഇതിൽ നോക്കി വായിക്ക്. ഇല്ല അത് അടുപ്പിച്ചപ്പറ ഇന്നായില്ലേ? ഞാനും എന്റെ മണ്ടോ, ഇത് എന്ത് തോന്നിയാസാണ് ഈ നോക്ക്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നില്ല. എന്റെ പേര് വായിച്ചു നോക്ക്. അത് മൽമദൻ. കുഴപ്പമില്ല, ചെറിയൊരു അക്ഷരത്തെറ്റല്ലേ. ഇത്രയും വലിയ പരിപാടി നടത്തുമ്പോ ചെറിയ അക്ഷരത്തെറ്റൊക്കെ സംഭവിക്കും. ഒരു പേരിലൊക്കെ എന്ത് ഒന്നുമില്ല. പേരിലൊന്നുമില്ലല്ലോ. എന്നാ പിന്നെ സെക്രട്ടറിയുടെ പേരൊന്ന് വായിച്ചു നോക്ക്. സെക്രട്ടറിയുടെ പേര് വായിച്ചു. സെക്രട്ടറി മണ്ടോ. എന്റെ പേരെന്താ? മണ്ടോരി. മണ്ടോരി. മണ്ടോരി ഉണ്ണി വിളിക്കണല്ലേ? മണ്ടോദരി എന്നല്ലേ എന്റെ പേര്? ദാ എവിടെ? ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ? ഇതൊരു അടുപ്പിച്ചത്. അതെ, മര്യാദക്ക് ഞാനിത് ചെയ്യാന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ മണ്ടോദരിയല്ലേ പറഞ്ഞത് ഉണ്ണി ചെയ്യട്ടെ എന്ന്? അടുത്ത വർഷം ലോക പരിസ്ഥിതി ഉണ്ടെങ്കിൽ, ജൂൺ 5 ഉണ്ടെങ്കിൽ, നിങ്ങളുടെ രണ്ടാൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ വണ്ട കക്ഷത്തിൽ ഇട്ടു. ഉണ്ണി എന്താ പ്രശ്നം? എന്റെ സുഖതേട്ടാ, ഇവിടെ ഒരു പരിപാടി നടക്കല്ലേ? ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കണം. നോക്കി എന്ത് തോന്നിയാസാണെന്ന്. അല്ല, ഇന്നത്തെ ദിവസം ചെറിയൊരു അക്ഷരം. സുഖതേട്ടാ, ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടക്കുമ്പോ ഇത് നോക്കി കംപ്ലീറ്റ് പൊട്ടാ തെറ്റാ. അക്ഷരത്തെറ്റ് ഈവൻ കാണിച്ചു വെച്ചേക്ക്. അക്ഷരത്തെറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞു? ഇന്നെന്താ ലോക പരിസ്ഥിതി ദിനല്ലേ? അല്ലേ? ഈ ഫ്ലക്സിൽ ആരാ എഴുതാൻ പറഞ്ഞത്? ഇത് പ്ലാസ്റ്റിക് അല്ലേ? മണ്ണിൽ വീണ ദ്രവിക്കോ? ഇത് നാശാവില്ലേ? ഓഹോ, അതാണ് നിങ്ങളുടെ പ്രശ്നം. അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത ഫ്ലക്സ് ഞങ്ങൾ കൊണ്ട് ഞാൻ എന്റെ കോഴിക്കോടിന്റെ മുകളിൽ ഇട്ടോ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലെ ബൈക്ക് മൂടി വെച്ചോ. മണ്ണ് അത് പേരല്ല. അത് മറ്റേ സാമൂഹ്യ വനംവകുപ്പ് ഉദ്യോഗസ്ഥരാ. അവര് വന്നോളൂ. നിങ്ങൾ അത് വലിയ പ്രശ്നമാക്കണ്ട. ഞങ്ങൾ ഇത് എന്തെങ്കിലും ചെയ്തോളാം. ഉള്ളി ബൊക്കെ ഹാരം എടുത്തോ. ബൊക്കെ ഹാരം എടുത്തോ. അവര് സ്വീകരിക്കാൻ വരുമെന്ന് കേട്ടോ. ആളുകൾക്കൊക്കെ ബോധം വന്നു. പ്രസിഡന്റ് മന്മഥൻ. പ്രസിഡന്റ് മന്മഥൻ. സെക്രട്ടറി എന്റെ വീട്ടിൽ ഞാൻ പ്യാരി സാറുകളൊന്നും എടുത്തോട്ടെ. സെക്രട്ടറി ഒക്കെ പിന്നെ എടുക്കാം. ഒന്ന് എടുത്തോട്ടെ. മോനെടാ ഒന്ന് അവിടുന്ന് ഇവിടെ എടുത്തോന്ന്. ഞങ്ങൾ രണ്ടാളും കിട്ടണം. കിട്ടി. കുഴിയിലോട്ട് പോയാലോ? അല്ല, കുഴിയിലോട്ട് ചടങ്ങിലോട്ട്. കൈ എവിടെ? തയ്യെടുക്ക. തന്നില്ലേ കയ്യില്? ഉണ്ണി, നിന്റെ തയ്യിലിരുന്ന കൈ എവിടെ? കയ്യിലിരുന്ന തൈ എവിടെ? തയ്യ് തന്നില്ലേ നേരത്തെ? അത് മാലയും ബൊക്കെയുണ്ടല്ലോ, അത് എടുക്കാൻ വെപ്രാളത്തില്
തൈ എവിടെയാ കളഞ്ഞെന്ന് അറിയില്ല. എവിടെയെങ്കിലും പോയി ഒരു തൈ എടുത്തോണ്ട് വാ, പോയി എടുത്തിട്ട് വാ. ഇപ്പൊ അവിടെ ഒരു കുഞ്ഞി തൈ ഉണ്ടോ, അതിന് മണ്ണൂട്ടാ മതി പോലെ. തൈ കൊണ്ട് തൈ ഞങ്ങൾ അവിടെ അപ്പുറത്തെ ഓഫീസിൽ വെച്ചേക്കാം. ഇത് ക്ലബ് പറഞ്ഞോട്ടല്ല. അപ്പൊ തൈ എടുത്തിട്ട് പറഞ്ഞ വരെ പ്യാരി സാർ 2 വാക്ക് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്കൊക്കെ വലിയ സന്തോഷമാണ്. സീരിയൽ എല്ലാരും കാണുന്ന ആൾക്കാരാണ്. സീരിയൽ എല്ലാവരും ഇതിനെ കുറിച്ചിട്ട് അതെ അതെ ഈ നമ്മുടെ ഉദ്ഘാടനം അറിയുന്നുള്ള സീരിയലിലെ ഡയലോഗ് പറഞ്ഞോ, അതാണ് ഇഷ്ടം എല്ലാവർക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒട്ടും സമയമുണ്ടായിട്ടല്ല ഇവിടെ ഓടിയെത്തിയത്. പിന്നെ സെക്രട്ടറി മന്മഥൻ പ്രസിഡന്റ് മന്മഥൻ വിളിച്ചാൽ പിന്നെ എനിക്ക് എത്താതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാം, ഏറ്റവും ഹിറ്റായി ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ നായകനായ സീരിയല് ഇന്നത്തെ പച്ചില നാളത്തെ പഴുത്തില, അതിൻ്റെ ലൊക്കേഷനിൽ നിന്നാണ് ഞാൻ വരുന്നത്. ഈ പരിസ്ഥിതി സംബന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് പ്രകൃതിയുമായിട്ടുള്ള ഒരു ബന്ധം, ഞാൻ അഭിനയിക്കുന്ന എല്ലാ ഷോട്ടിൻ്റെ ഫ്രെയിമിലും പുറകിൽ ചെടിച്ചട്ടിയും വൃക്ഷങ്ങളും എനിക്ക് നിർബന്ധമാണ്. അത് ഈ പരിസ്ഥിതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അടുത്ത എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു സീൻ വളരെ പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങിയ ഒരു സീനാണ്. വീടിൻ്റെ മുറ്റത്ത് നിന്നും എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന കുട്ടി ഒരു മാങ്ങ പൊട്ടിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു കവളം മടലെടുത്തുകൊണ്ട് അടിക്കാൻ ഓടിക്കുന്ന ഒരു സീൻ. അപ്പം മാവും തെങ്ങും ആ കോമ്പൗണ്ടിലുണ്ട് എന്ന് അർത്ഥവത്തായി കാണിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇനി വരാനുള്ളത്. എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും എന്തൊക്കെ മാറ്റി വെച്ചിട്ടായാലും നിങ്ങൾ എൻ്റെ സീരിയൽ കാണണം, അതിൻ്റെ റേറ്റിംഗ് കൂട്ടണം. അപ്പം എല്ലാവരോടും ഞാൻ എന്നെ വിളിച്ചതിനും ഈ ചടങ്ങിൽ പങ്കെടുത്തതിനും നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അവിടെ താക്കോല് തുറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഓഫീസിൽ അതുവരെ സമയമുണ്ട്. സാമൂഹിക വനംവകുപ്പ് സാമൂഹിക വനംവകുപ്പ് മുഖ്യ ഉദ്യോഗസ്ഥ ഇവിടെ വന്ന സ്ഥിതിക്ക് സാർ എന്തെങ്കിലും 2 വാക്ക് പറയണം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രകൃതിയുടെ ചൂഷണവും വർദ്ധിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ കൂടി വരുന്നതിനാൽ നമ്മുടെ പ്രകൃതിയുടെ താളം തന്നെ തെറ്റിപ്പോകുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, ആകെ പ്രകൃതി തന്നെ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് കഴിയുന്നതും മരങ്ങൾ വെട്ടി നശിപ്പിക്കാതിരിക്കുക. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും കാലമാണ്. ഒരു മിനിറ്റ് നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകൻ തന്നെ ശീതളം വരും. കന്നഡ കണ്ടില്ല. ഇവിടെ എങ്ങനെ കുഴി വന്ന്? ഈ കുയ്യാ ഇത് കഴിഞ്ഞോലും അതിന് മുമ്പത്തെ കൊണ്ട് തൈ നട്ട കുയ്യാണിത്. ഇപ്രാവശ്യം ഉദ്ഘാടനം ചെയ്യാൻ പ്യാരിയാതം വന്നല്ലോ സിനിമാടൻ, നമ്മ അങ്ങോട്ട് മാറ്റി വെക്കണ തൈ സംരക്ഷിച്ചില്ലെങ്കിലും ആ കുഴിയെങ്കിലും ഒന്ന് വൃത്തിയായി സംരക്ഷിക്കും. ഇതെല്ലാം ഞാൻ അയച്ചു തരാം കേട്ടോ സാർ. കിട്ടിയ നമ്മളെ മണ്ണ് ഇങ്ങനെ ഇടുന്നത്, ആ മണ്ണ് കൂടെ വീഴുമ്പോ നല്ല രസമായിരിക്കും ഫോട്ടോ.